ഹലോ, വെൽക്കം ടു ഗോഡ്സ് പൊളിറ്റിക്സ്. അപ്പോൾ നമ്മുടെ വി ഡി സതീശൻ മുഖ്യമന്ത്രി ഇന്ന് ബജറ്റ് അവതരിപ്പിച്ചു. ഒരു പുതുയുഗ കേരളം സൃഷ്ടിക്കാനാണ് പോകുന്നത് എന്നാണെന്ന് അദ്ദേഹം ആരംഭത്തിൽ പറഞ്ഞത്. വി ഡി സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞത് നിലവിൽ 5 ലക്ഷം കോടിയുടെ ബാധ്യതയാണ് കേരളത്തിൽ ഉള്ളത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ബജറ്റ് തുടങ്ങിയത്. അപ്പോൾ അതിലെ എല്ലാ പോയിന്റ്സും ഫിൽട്ടർ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആദ്യം മുതൽ തുടങ്ങാം. കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ടെർമിനലുകൾ, 14 നോൺ മേജർ തുറമുഖങ്ങൾ, അനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ഒരു ലോക മെരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു മിഷൻ സമുദ്ര എന്നൊരു പദ്ധതിക്ക് തുടക്കമിട്ടു. അതുപോലെ തന്നെ കേരളത്തെ ഒരു പോർട്ട് സിറ്റി ആക്കും. അതാണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റും, വലിയൊരു സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റും. അതുപോലെ തന്നെ ഒരു വിഴിഞ്ഞം ടെർമിനലിനെ പുതുക്കുകയും ചെയ്യും. മറ്റു തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ജലഗതാഗതം പുതുക്കുകയും ചെയ്യുന്നു. അതാണ് ഒരു ഉദ്ദേശിക്കുന്നത് മിഷൻ സമുദ്രയിലൂടെ. അതുപോലെ രണ്ടാമത് എയറോ പാർക്ക്, എയറോ സിറ്റി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിമുലേറ്റർ അധിഷ്ഠിതം, ചില ഒരു സിനാരിയോ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു കുറെ എക്യുപ്മെന്റ്സ് വെച്ചിട്ട് നമുക്കൊരു റിയൽ ലൈഫ് സിനാരിയോ ഉപയോഗിച്ചിട്ടുള്ള പഠനങ്ങളാണ് സിമുലേറ്റർ അധിഷ്ഠിതം എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു പൈലറ്റ് പരിശീലന കേന്ദ്രങ്ങൾ, സിമുലേറ്റർ ആയിട്ടുള്ള ബേസ്ഡ് ആയിട്ടുള്ള പൈലറ്റ് പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് ബജറ്റിൽ ആരംഭമായിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക സുസ്ഥിതിക്ക് റിവോൾവിംഗ് ഫണ്ട്, ടെക്നോളജി ഫണ്ട്, ചലഞ്ചിങ് ഫണ്ട്, 3 ഫണ്ടുകൾ തുടങ്ങാനായിട്ട് ആരംഭിച്ചു. അതുപോലെ തന്നെ 10,000-ഓളം സംരംഭക രൂപീകരണത്തിന് കേരള MSME ഗ്രോത്ത് സ്കീം അതിന് വേണ്ടിയിട്ടൊരു വക മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ സാമ്പത്തിക സഹായത്തിനായി വൺ കേരള കരുതൽ മിഷൻ തുടക്കമിട്ടു. അതുപോലെ തന്നെ സംസ്ഥാന സാറ്റലൈറ്റ് നിർമ്മാണ നിക്ഷേപങ്ങൾക്കും സ്പേസ് പാർക്കിങ്ങിനും 5 കോടി മുതൽ മുടക്കിലായി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ റിസർച്ച് പാർക്കിനായി 60 കോടി, ഉന്നത വിദ്യാഭ്യാസ വികസനത്തിനായി കേരള നോളജ് വാലിക്ക് നമ്മുടെ 100 കോടി, കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റിക്ക് 100 കോടി, വയോജന ക്ഷേമത്തിന് സിൽവർ എക്കണോമിക് 10 കോടി, വയോജന പരിപാലനത്തിന് കെയർ ഗീവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, സമഗ്ര വിപണി വികസനത്തിന് നമ്മുടെ ബ്രാൻഡ് കേരള, പഞ്ചായത്തുകൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് ബാറ്ററി എനർജി സ്റ്റോറേജ് 100 കോടി, വനിതാ മത്സ്യ വിൽപ്പനക്കാർക്ക് ഷീ സ്കൂട്ടറുകൾ സമ്മാനിക്കും. അതുപോലെ തന്നെ കേരള അർബൻ ഗ്രോത്ത് മിഷന് 100 കോടി, ജോൺസൺ മാസ്റ്റർ സ്മാരക അക്കാദമിക്ക് 5 കോടി, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്താതെ ഒരു ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് കൂടി ആഡപ്പ് ചെയ്തിട്ടുണ്ട്, 10 കോടി, തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ അതിനായിട്ട് 20 കോടി ചെലവഴിച്ച് ഫണ്ട് കരുതിയിട്ടുണ്ട്. അംഗൻവാടി വർക്കറുകളുടെ ഓണറേറിയത്തിന് 66.20 കോടി, ആശാ വർക്കറിന്റെ ഓണറേറിയത്തിന് 78.40 കോടി, കാർഷിക മേഖലയ്ക്ക് 1534.98 കോടി, റബ്ബർ താങ്ങുവില 250 കോടി, റബ്ബർ 250 കോടിയിലെ 250 രൂപയായിട്ട് വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ വനിതാ കർഷകർക്കായി കൃഷി സഖി വികസന പരിപാടികൾ, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിന് 3.5 കോടി, വന്യജീവി സംരക്ഷണം 243.80 കോടി, മലിനീകരണം തടയാൻ സീറോ ടോളറൻസ് നയം, കലാ സാംസ്കാരിക പരിപോഷണത്തിനായി MT വാസുദേവൻ നായർ പാർക്ക്, ഊർജ്ജ മേഖല 1254 കോടി, ഗ്രാമ ചെറുകിട വ്യവസായം 445.51 കോടി, റോഡ് ഗതാഗതം 179.47 കോടി, ഉൾനാടൻ ജലഗതാഗതം 113.5 കോടി, ശാസ്ത്ര സേവനങ്ങൾക്കും ഗവേഷണത്തിനും 205.18 കോടി, പൊതുവിദ്യാഭ്യാസം 1477.5 കോടി. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു ആർത്തവ ശുചിത്വ സംരംഭം ആരംഭിക്കുന്നുണ്ട്. മത്സ്യബന്ധന വകുപ്പിന് 133.43 കോടി, IT മേഖല 50 കോടി, മലയാളം AI സംരംഭം 10 കോടി, പരിസ്ഥിതി വികസനം 22 കോടി, ജവഹർലാൽ നെഹ്റു സയന്റിഫിക് ടെമ്പർ പദ്ധതി 25 കോടി, സലീം കുമാറിനൊരു സ്മാരകം വെച്ചു കൊടുക്കുന്നുണ്ട് 1 കോടി. സ്വകാര്യ ബസ്സിന് 50% ടാക്സിൽ ഇളവ് വരുത്തിയേക്കും. മലപ്പുറത്തെ ഒരു പുതിയ ജില്ലയായിട്ട് മലപ്പുറക്കാർക്ക് ഭയങ്കര സന്തോഷിക്കാം. കുറെ പരിപാടികൾ, വികസന പരിപാടികളുണ്ട്. മലപ്പുറത്ത് പുതിയ ജില്ല വരും, ക്യാൻസർ സെന്ററുകൾ വരും. നിലമ്പൂർ ഗവൺമെന്റ് കോളേജിലേക്ക് 1 കോടി കൊടുത്തിട്ടുണ്ട്. മലപ്പുറം താലൂക്കിന് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കും. അതൊക്കെയാണ്. പിന്നെ തൃശ്ശൂരിനൊക്കെ തേക്കിൻകാട് മൈതാനം നവീകരിക്കൽ ഒരു 4 കോടി 5 കോടി വകയിരുത്തിയിട്ടുണ്ട്. അവസാനമായിട്ട് ഫിലിം മേഖല, അതെല്ലാവരും പോസ്റ്റ് ഇട്ടതാണ്. JC ഡാനിയൽ ഫിലിം സിറ്റി, റാമോജി ഫിലിം സിറ്റി പോലെ ഒരു JC ഡാനിയൽ ഫിലിം സിറ്റി, അതുപോലെ തന്നെ ആന്റി പൈറസി സെല്ലുകൾ, ഇതൊക്കെ നിർമ്മിക്കുന്നതായിരിക്കും. ഇതാണ് ബജറ്റിന്റെ ഓവറോൾ ആയിട്ടുള്ള എന്താ പറയുക പോയിന്റ്സ് ഞാൻ ഫിൽട്ടർ ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഒരു നല്ല ബജറ്റ് നല്ലതാണെന്ന് ചോദിച്ചാൽ കുറേ ഇന്റർവെൻഷൻസ് വി ഡി സതീശൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ പ്രാവർത്തികമാക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇതാണ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ് കൂടുതൽ അപ്ഡേറ്റ്സിനെ കാത്തിരിക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്